ആ PTA പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. അദ്ദേഹം NPP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവായിട്ടാണ് അറിയപ്പെടുന്നത്. ഞാൻ അന്വേഷിച്ചു നോക്കി എന്താണ് NPP. അത് നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. മേഘാലയയിൽ ഈ പാർട്ടി മതേതര പക്ഷത്ത് നിൽക്കുന്നു. ഇവിടെ എത്തുന്ന സമയത്ത് ഇദ്ദേഹം ഇതിന്റെ ഒരു നേതാവായി നിലകൊള്ളുന്നു. ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വീഡിയോകൾ പോലും സന്തോഷത്തോടെ പങ്കുവെക്കുന്ന ഒരു മനോരോഗത്തിന് ഉടമയായ വ്യക്തിയാണ് ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ്. ഞാൻ ആലോചിക്കുകയാണ്, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്ര സെൻസിറ്റീവായൊരു ഇഷ്യൂ കൈകാര്യം ചെയ്യുന്ന ഒരു സ്കൂളിന്റെ PTA പ്രസിഡന്റായി ഇങ്ങനെ ഒരു വ്യക്തി വന്നു എന്നത് തന്നെ നമ്മുടെ കേരളം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയല്ലേ എന്ന ചോദ്യമാണ് ഒന്നാമതായി എനിക്കിവിടെ മുന്നോട്ട് വെക്കുവാനുള്ളത്. രണ്ട്, ഇവിടെ പ്രിയപ്പെട്ട സത്താർക്ക് ഈ വേദിയിലുണ്ട്. സത്താർക്ക് ഒരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ. ഞാനത് ശ്രദ്ധിക്കുകയുണ്ടായി. ഹിജാബിന്റെ പേരിൽ ആരൊക്കെ വിവേചനങ്ങൾ നേരിടുന്ന വിവേചനങ്ങൾ പങ്കുവെക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ആ ക്യാമ്പയിൻ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് ഇത്ര ശക്തിയുള്ള ഒരു കേരളത്തിൽ പോലും ഒരു പെൺകുട്ടിക്ക് ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് ഇസ്ലാമോഫോബിയ എത്രമാത്രം പടർന്നു പന്തലിച്ചിരിക്കുന്നു എന്നത് വളരെ ഭയാനകമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് തീർച്ചയായും ഉത്തരം കണ്ടെത്തണം. ഇവിടെ സ്വാഭാവികമായി നടക്കുന്നത് മുനമ്പം വിഷയമാണെങ്കിലും ശരി, പള്ളുരുത്തി വിഷയമാണെങ്കിലും ശരി, അത് തന്നെയാണ് കാര്യം. വളരെ വ്യക്തമാണ് മറുപടികളും ഈ പറയുന്ന ആളുകളുടെ പശ്ചാത്തലങ്ങളും ഒക്കെ. ഇങ്ങനെ ഒരു അവസരത്തിൽ വിഷവിത്തുകൾ ഈ സമൂഹത്തിൽ പാകുമ്പോൾ ആ വിഷവിത്തുകൾ പാകാൻ ഒരു സഭാ നേതൃത്വം നൽകുന്ന ഒരു സ്കൂളിലെ PTA മാനേജ്മെന്റും അവിടുത്തെ തിരുവസ്ത്രമിട്ട സ്ത്രീയും പ്രിൻസിപ്പളായിട്ടുള്ള ആ സ്ത്രീയും അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇവരുടെയൊക്കെ പശ്ചാത്തലങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ പറയുന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ഈ വന്ന ന്യായീകരണങ്ങളൊക്കെ ഇരുന്ന് മെഴുകുമ്പോഴും അവിടെയും ആ ന്യായീകരണങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ഈ PTA പ്രസിഡന്റ് ജോഷി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ജോഷി ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ ജോഷിയെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ അന്വേഷിക്കാതെ ഒഴിവാക്കി വിടാൻ കഴിയുന്ന ഒരാളല്ല ഈ ജോഷി കൈതവളപ്പൻ എന്ന് പറയുന്ന വ്യക്തി. ഇയാൾക്ക് വ്യക്തമായ അജണ്ടകളുണ്ട്. ജോഷിക്ക് അജണ്ടകൾ ഉണ്ടാവുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ജോഷിയുടെ കഴിഞ്ഞ ദിവസം ഇന്നലെ ആ ഐഷമോള് സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞില്ലേ, കാഴ്ചപ്പാടുകളാണ് പ്രശ്നമെന്ന്. ആ കാഴ്ചപ്പാടുകൾ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് ജോഷി പ്രശ്നക്കാരനാവുന്നത്. ജോഷി പ്രശ്നക്കാരനാവുമ്പോൾ തന്നെ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ പ്രശ്നക്കാരനായ ജോഷി PTA പ്രസിഡന്റായിട്ട് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, അതല്ലെങ്കിൽ ബൈബിൾ പറഞ്ഞതിനും ക്രൈസ്തവരെ ആ ക്രൈസ്തവത പഠിപ്പിക്കുന്നതിനും എതിരായിട്ട് ജോഷി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ജോഷിയെ തിരുത്തേണ്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞ സിസ്റ്റർ ഹെലീനക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ സിസ്റ്റർ ഹെലീന ജോഷിയെ തിരുത്തിയില്ല എന്ന് മാത്രമല്ല, ജോഷിയുടെ ഈ സാത്താന്റെ പ്രവൃത്തികൾക്ക് കുടപിടിച്ചു കൊടുക്കുകയും അതിന് മുന്നിൽ നിന്ന് ജോഷിയേക്കാൾ ഒരു പടി കടന്നുകൊണ്ട് ആ സാത്താന്റെ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു സിസ്റ്റർ ഹെലീന എന്നുള്ളതാണ്. ജോഷി ആരാണെന്ന് ചോദിക്കുമ്പോൾ ജോഷിയുടെ ഈ പറയുന്ന ചേതോ വികാരം, ജോഷിയുടെ മെന്റാലിറ്റി, ജോഷിയുടെ അജണ്ട ഒക്കെ എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ ജോഷിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ള ജോഷിയുടെ അക്കൗണ്ടുകൾ അതെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ അതിന് കൈയടിക്കുന്ന ജോഷിയുടെ പ്രൊഫൈലുകൾ, ആ ജോഷിയുടെ ഈ പറയുന്ന ആ മെന്റാലിറ്റിയിൽ നിന്ന് തന്നെയാണ് ജോഷി ഈ പറഞ്ഞ ദിവസം ജോഷി PTA പ്രസിഡന്റ് ആയിരിക്കുന്ന സെന്റ് റീത്താസ് സ്കൂളിലെ ആ വിദ്യാർത്ഥിക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. ആ കൊച്ച് ഇപ്പൊ നമ്മൾ കുറച്ചു നേരത്തെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ പിതാവ് അനസ് നെയ്നാനുമായി ഫോണിൽ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു.
ആ അനസ് നൈനാനുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? നിങ്ങളെ കുട്ടി ഇത്രയും കാലം ഹിജാബ് ഇടാതെയാണല്ലോ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അനസ് നൈനാൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ക്ലാസ് റൂമുകളിൽ ഇവര് ഹിജാബ് അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് കൊച്ച് വീട്ടിൽ നിന്ന് സ്കൂൾ വരെ പോകുന്നത് ഹിജാബ് ഇട്ടുകൊണ്ടാണ്. ക്ലാസ്സിൽ കയറിയിരിക്കുമ്പോൾ ഹിജാബ് അഴിച്ച് ഇതിൽ ബാഗിൽ വെക്കും. അത് ഈ കുട്ടിയെ വല്ലാതെ അലട്ടിയിരുന്നു മാനസികമായിട്ട്. ഇത്തരത്തിൽ ഒരു നടപടിയുടെ പുറത്ത് തൻ്റെ പഠനം കൊണ്ടുപോകുന്നതിനെ കുറിച്ച് വലിയ വിഷമം ആ കുട്ടിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് സ്കൂളിലെ ഒരു ക്ലാസ് ഇല്ലാത്ത ദിവസം, ഒരു പൊതുപരിപാടി നടക്കുന്ന ദിവസം ആ പൊതുപരിപാടിയിൽ ഈ വിദ്യാർത്ഥിനി ഹിജാബ് ഇട്ടുകൊണ്ട് ആ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആ പൊതുപരിപാടിയിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പളും അവിടുത്തെ അധ്യാപകരും ആ കുട്ടിയെ ശാസിക്കുകയും ആ കുട്ടിയെ ഈ പറയുന്ന രീതിയിൽ വല്ലാത്ത രീതിയിൽ മെന്റൽ ടോർച്ചറുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതേ തുടർന്നാണ് ഇപ്പൊ ഈ പറയുന്ന പരാതികളും ഈ പറയുന്ന പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത്. അപ്പോ ഈ പറയുന്ന PTA പ്രസിഡന്റിനും ഈ പറയുന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീനക്കും വ്യക്തമായ അജണ്ടകൾ ഉണ്ടായിരുന്നു. അത് വിദ്വേഷത്തിൻ്റെതിനാണ്, അത് വെറുപ്പിൻ്റെതാണ്. ഗസയിലെ കുഞ്ഞുങ്ങൾ പിഞ്ചു വീണ് മരിക്കുമ്പോൾ നമ്മൾ കണ്ടു, കേരളത്തിൽ നിന്നുള്ള രശ്മി എന്ന് പറയുന്ന ഒരു യുവതി ഗസക്കാർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള പലരും അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഗസക്ക് എത്തിച്ചു നൽകുന്നത്. ഇവരാരും മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല, അതല്ലെങ്കിൽ ഗസയിലെ ആ മനുഷ്യരുടെ, അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മതം നോക്കിയിട്ടല്ല ആരും സഹായിച്ചത്. പക്ഷേ ഗസക്ക് 1 രൂപയുടെ സഹായം പോലും ചെയ്യാത്തവർ ഇവിടെ ഇരുന്ന് ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാവുമ്പോൾ, അവർ ചികിത്സ തേടുന്ന ആശുപത്രിക്ക് മീതെ ബോംബ് വന്ന് വീഴുമ്പോൾ, അങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങൾ, നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ അതിന് കൈയടിക്കുന്ന ജോഷിമാർ തന്നെയാണ് ഈ പറയുന്ന സെന്റ് റീത്താസ് സ്കൂളിലെ ഈ വിദ്യാർത്ഥിയുടെ തലയിലെ തട്ടം അഴിപ്പിക്കാൻ, ആ കുച്ചു ധരിച്ചിരിക്കുന്ന ഹിജാബ് അഴിപ്പിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. വർഗീയമായ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിമിനെ, ഇസ്ലാമിനെയും ശത്രുവായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. അത് നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ ഇതിൻ്റെ മാനങ്ങൾ കുറച്ചുകൂടി വലുതാണ്. അവിടെയും അങ്ങനെ ഈ ജോഷി PTA പ്രസിഡന്റ് ആയിരുന്നു കൊണ്ട് സമൂഹത്തിലും കുട്ടികളുടെ മനസ്സിലും അവിടെ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. ഇവര് ഈ ഹിജാബുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയം, വിവാദം ഉയർന്നു വന്ന ഘട്ടത്തിൽ, ആദ്യ ഘട്ടത്തിൽ ഈ പറയുന്ന സിസ്റ്റർ ഹെലീന പ്രിൻസിപ്പൽ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആ വാക്ക് മാത്രം എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് മാറിപ്പോകുന്നില്ല. എന്താണ് ആ വാക്ക്? ആ കുട്ടി ഹിജാബ് ഇട്ടത് കാണുമ്പോൾ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ഭയം തോന്നുന്നു, അതുകൊണ്ടാണ് ഹിജാബ് വേണ്ടെന്ന് വെച്ചത് എന്ന്. പിന്നീടാണ് അത് യൂണിഫോമിറ്റിയുടെ കാര്യമായത്, പിന്നീടാണ് അത് സ്കൂളിന്റെ നിയമമായി മാറിയത്. ഒക്കെ ന്യായീകരണങ്ങൾ മാറി മറിഞ്ഞത് പിന്നീടാണ്. ആദ്യം പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് അത് ഭയം തോന്നുന്നു എന്ന്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ ഭയം ഉണ്ടായിട്ടില്ല. അവർ ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങളുടെ കൂട്ടുകാരി ഇത്തരത്തിൽ ഒരു ഹിജാബ് ഇട്ട് തലമറച്ച് വന്ന് ക്ലാസ്സിലിരിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ആകുലതയും ഇല്ല എന്ന് പറയുമ്പോൾ ഈ പ്രിൻസിപ്പളും ഈ അധ്യാപകരും ഈ പറയുന്ന PTA പ്രസിഡന്റായിട്ടുള്ള ജോഷി അടക്കമുള്ള ആളുകൾ അല്ല, അങ്ങനെയല്ല, നിങ്ങൾക്ക് ഭയമുണ്ട്, നിങ്ങൾ ഭയപ്പെടണം, നിങ്ങൾ ഭയപ്പെട്ടേ മതിയാവൂ എന്ന് പറഞ്ഞ് ആ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ഭയത്തെ കുത്തി നിറക്കാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇത് കേരളമാണ് എന്നുള്ള തിരിച്ചറിവ് ഈ പറയുന്ന സംഘികൾക്ക് ഇല്ല. ഇവർ സംഘ് പരിവാറിന്റെ അച്ചാരം വാങ്ങി ഇറങ്ങിയവരാണ്. പക്ഷേ ഇവർ സംഘ് പരിവാറിന്റെ അച്ചാരം വാങ്ങി ഇറങ്ങിയവർക്ക് തന്നെ ഈ കേരളം വിട്ടുകഴിയുമ്പോൾ ലോഹയിട്ടതിന്റെ പേരിൽ, തിരുവസ്ത്രം അണിഞ്ഞതിന്റെ പേരിൽ, ബൈബിൾ ഏന്തിയതിന്റെ പേരിൽ, കൊന്ത കുരിശുമാല തൂക്കിയതിൻ്റെ പേരിൽ അക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജോഷിയും ഈ പറഞ്ഞ സിസ്റ്റർ ഹെലീനയും ഒക്കെ ഒരു 10 തവണ ഇരുന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് തിരുവസ്ത്രമിട്ടവർക്ക് നേരെ, എന്തുകൊണ്ടാണ് ലോഹയിട്ടവർക്ക് നേരെ, എന്തുകൊണ്ടാണ് ബൈബിൾ ഏന്തിയവർക്ക് നേരെ, എന്തുകൊണ്ടാണ് കുരിശുമാല തൂക്കിയവർക്കെതിരെ ഈ പറയുന്ന ആക്രമണങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടാകുന്നത് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകുന്നത് നല്ലതാ. പക്ഷെ നിങ്ങൾക്ക് അതുണ്ടാവില്ലായിരിക്കാം. കാരണം നിങ്ങളുടെ പേഴ്സണൽ ബെനിഫിറ്റ്, പേഴ്സണൽ ഗെയിൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമാണ് വലുത്.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിശ്വാസമോ നിങ്ങളുടെ മതമോ നിങ്ങളുടെ ബൈബിളോ നിങ്ങളുടെ ദൈവമോ യേശു ക്രിസ്തുവോ കർത്താവോ യഹോവയോ ആരും ഒന്നുമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ആയിരുന്നു മുഖ്യം, അതല്ലെങ്കിൽ അതൊക്കെ ആയിരുന്നു ഇമ്പോർട്ടൻ്റ് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രവർത്തനം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന ബൈബിളിനെയോ നിങ്ങൾ ഈ പറയുന്ന യേശു ക്രിസ്തുവിനെയോ കർത്താവിനെയോ അനുസരിക്കാതെ ബൈബിളിനെയും യേശു ക്രിസ്തുവിനെയും മനസ്സുകളിൽ നിന്ന് വിശ്വാസങ്ങളിൽ നിന്ന് പടിയടച്ച് പിണ്ഡം വെച്ച് സാത്താനെ പൂജിക്കുന്നവരായി മാറി. വിശ്വാസം നിങ്ങൾക്ക് വെറും കാപട്യം മാത്രമാണെന്ന് കേരളത്തിന്റെ ജനത തിരിച്ചറിഞ്ഞു. കാരണം ഈ ബൈബിളും യേശു ക്രിസ്തുവും പറഞ്ഞ വഴികളിലൂടെ അല്ല നിങ്ങൾ സഞ്ചരിക്കുന്നത്. നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് ഈ പറഞ്ഞ സംഘ് പരിവാർ വെട്ടിത്തരുന്ന വഴികളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംഘ് പരിവാറിന്റെ അച്ചാരം വാങ്ങിയിട്ട് നിങ്ങൾ ഇസ്ലാമിനെതിരെയും മുസ്ലിമിനെതിരെയും പ്രവർത്തിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നതിന് മുമ്പ് 10,000 ആവർത്തി നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കണം. എന്താണ് കേരളം വിട്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കിട്ടുന്ന ഓരോ അടിയും എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യം അത് നിങ്ങളോട് തന്നെ ചോദിക്കണം. ഞങ്ങളോട് ആരോടുമല്ല ചോദിക്കേണ്ടത്. അത് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കൂടിയിരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾ പരസ്പരം ചോദിക്കേണ്ട ചോദ്യമാണ്. എന്തുകൊണ്ടാ ഈ പറയുന്ന ബൈബിൾ ഏന്തിയവർക്ക് തിരുവസ്ത്രമിട്ടവർക്കൊക്കെ കേരളം വിടുമ്പോൾ അടി കിട്ടുന്നത് എന്നുള്ള ഒരു ചോദ്യം അത് നിങ്ങളോട് തന്നെ ചോദിക്കുന്നത് നല്ലതാ. അടികൾ മാത്രമല്ലല്ലോ കിട്ടുന്നത്, നിങ്ങൾ ആരാധനാലയങ്ങൾ തല്ലി തകർക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അതിനിടയിൽ വന്നുകൊണ്ട് ശ്രീരാം വിളികൾ ജയ് ശ്രീറാം വിളികൾ മുഴക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളെ തടസ്സപ്പെടുത്തുന്നു. നിങ്ങളെ കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്ന ഈ നിരപരാധികളായ കന്യാസ്ത്രീകൾ ഒരു കാരണവുമില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വരുന്നു. ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇസ്ലാമിനെയും മുസ്ലിമിനെയും ശത്രുവായി കണ്ട് അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുടക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ പരസ്പരം ചോദിക്കുക. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ആവർത്തിക്കുക. എന്നിട്ട് നിങ്ങൾ അതിനുള്ള കാരണം കൂടി കണ്ടെത്തണം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഈ പറയുന്ന സംഘ് പരിവാർ വെട്ടിത്തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കണമോ അതോ സംഘ് പരിവാറിന്റെ അച്ചാരങ്ങൾ വാങ്ങിയിട്ട് ഇത്തരത്തിൽ സമൂഹത്തിൽ വിഷവിത്തുകൾ പാകണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നിങ്ങളൊരു കാര്യം മറക്കേണ്ട. ഇവിടെ സംഘ് പരിവാറിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവനും മുസ്ലിമും അവരുടെ ആഭ്യന്തര ശത്രുക്കൾ തന്നെയാണ്. അവിടെ ക്രൈസ്തവൻ ഒരിക്കലും ഇവരുടെ ആഭ്യന്തര ശത്രുക്കൾ ആവാതിരിക്കില്ല. കാരണം ഈ പറയുന്ന മനുസ്മൃതി ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്ന ശത്രു അത് ക്രൈസ്തവരാണ്, പിന്നെ മുസ്ലിമാണ്.